ഗൈസ്, നമ്മളിന്ന് കണ്ടത്തിൽ വന്നിട്ടുള്ളതാ. നിങ്ങൾ കാണുന്നുണ്ടാവും വയൽ. അച്ഛൻ ഇവിടെ വെള്ളം ഒഴിച്ചോണ്ടിരിക്കലാണ്. അപ്പുറത്തൊരു സൂര്യനൊക്കെ ഉണ്ടെങ്കിൽ എന്ത് നല്ല സൂര്യനല്ലേ. ഇത് അപ്പുറത്ത് നമ്മളെ ടില്ലറുണ്ട്. ഹലോ അച്ഛ, ഹായ് പറ. നമ്മളെ വലിയ മാവുണ്ട് ഇവിടെ. മാവെന്ന് പറയാനേ ഉള്ളൂ, മാങ്ങയൊന്നുമില്ല. നമ്മള് മാങ്ങേണ്ടെന്ന് സ്റ്റോറി പറഞ്ഞ് വന്നതാണ്. പിന്നെ മാങ്ങ കാണാൻ പൂക്കളുണ്ട് ഇവിടെ. ഇതൊരു കൊമ്പിന് പൂത്തിട്ടുണ്ട്, പക്ഷെ ഇതൊന്നും ആയില്ല. നമ്മളെ നാട് കുറ്റാറ്റൂരാണ്. അതുകൊണ്ട് ഈ കുറ്റാറ്റൂർ മാങ്ങ ഫേമസ് ആയ ഒരു സ്ഥലമായതുകൊണ്ട് കുറ്റാറ്റൂർ മാവിൻ്റെ ആൾക്കാർക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പൂതി കുറിച്ച് പറഞ്ഞു നടക്കുന്നത്. ഇവിടെ ഒരു കുളവും ഉണ്ട്, അത് ഞാൻ കാണിച്ചത്. പക്ഷെ മൊത്തം അസോളയാണ് കേട്ടോ, ഒരു പായൽ പോലത്തെ കാണിച്ചതാ. ഇതാ കണ്ട, എത്രത്തോളം നിങ്ങൾ കാണുന്നുണ്ട് അറിയില്ല. അസോളയാണ് ഇതിൻ്റെ അകത്ത് മൊത്തം. പിന്നെ ഇതൊക്കെ നമ്മളെ വയലാട്ട, നമ്മൾ കൃഷി ചെയ്യുന്ന വയലാണ്. പിന്നെ ശിവനിയുടെ വീട്ടിലേക്ക് കളിക്കാൻ പോയ ഓളും പറഞ്ഞു ഞാനും വയലിലേക്ക് വരുന്ന ട്രോളിങ് കൂട്ടിയിട്ടുണ്ട്. അത് നിങ്ങളൊരു പശുവിനെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ കാണുന്നൊരു നീല ബിൽഡിങ്, അത് ഞാൻ ഇവളൊക്കെ പഠിച്ച അംഗനവാടിയാട്ട. ഇങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ അപ്പുറത്ത് സൂര്യനുണ്ട്, പക്ഷെ സൂര്യനെ ഞങ്ങൾക്ക് ക്ലിയർ ആവില്ല. നമ്മൾ ചെറുതായിട്ട് അവരുടെ സൂര്യനെ വലുതാക്കി കാണിച്ചത്. അന്നേരം ചെറുങ്ങനെ കാണുന്നുണ്ട്. പിന്നെ ഈടുന്ന് ശനി എന്തെല്ലോ ഷോ കളിക്കുന്നുണ്ട്, അതൊന്നും മൈൻഡാക്കണ്ട. പിന്നെ നമ്മൾ ഇപ്രാവശ്യം ഒരു സങ്കടത്തിലാണ്. കാരണം വെച്ചാൽ നമ്മൾ എല്ലാ പ്രാവശ്യവും കണ്ടത്തിൽ വരുമ്പോൾ മീൻസ് 2 കൊല്ലമായിട്ട് നമ്മളൊന്നിച്ചൊരു കൂട്ടുകാരുണ്ടായിരുന്നു. നമ്മളെ ഷോട്ടിന് ഒരു കുഞ്ഞുണ്ടായിരുന്നു, ഒരു തവളാച്ചെന്ന് വിളിച്ച്. അവൻ നാട് വിട്ട് മീൻസ് അവൻ്റെ അമ്മേൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പം നമ്മൾ ഭയങ്കര സങ്കടത്തിലാണ്. ഇപ്രാവശ്യം നമ്മളൊന്നിച്ച് കളിക്കാൻ ആരുമില്ല, നമ്മൾ രണ്ടാളും മാത്രമായി പോയി. അതുകൊണ്ടാണ് നമ്മൾ ഈ കണ്ടത്തിൽ സാഡ് മൂഡിൽ കാണുന്നത്. എല്ലാവരും എന്താണ് ആ തവളാച്ചിന്നുള്ള വീഡിയോ കാണണം കേട്ടോ, നല്ല കോമഡിയാണ്. നമ്മളവനെ പറഞ്ഞ് പറയിപ്പിക്കുന്നതെന്ന് വിചാരിക്കുള്ളൂ. സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല. അവനോട് നമ്മൾ ആദ്യമേ പേര് വെച്ചാൽ തവള എന്നാ പറഞ്ഞു. അതുകൊണ്ടാട്ടാ അങ്ങനെ ആയത്. പിന്നെ ഇത് നമ്മൾ പന്നി വരുന്നതായിട്ട് കെട്ടിയതാട്ടാ. പിന്നെ ഇനി പറയാനൊന്നും ഇല്ല, ഞാൻ കാണിച്ചു തരാം ബാക്കി. ആ കാണുന്നത് വേറൊരു കുളാട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇവിടെ അടുത്തടുത്ത് 3-4 കുളമുണ്ട്. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് വേറൊരു കുളം. അത് നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ഉടമേൻ്റെ കുളാട്ടോ, കാണിച്ചു തരാം. അത് അത്യാവശ്യം വിലകൊള്ളാന്ന്, പക്ഷെ അതിനകത്ത് വെള്ളം ഉണ്ടാവാറില്ല. എന്തെല്ലാം ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട് ഗൈസ്. എൻ്റെ അകത്ത് സാധാരണയായിട്ട് വെള്ളം ഉണ്ടാവാറില്ല. നമ്മളേൻ്റെ അകത്ത് വെള്ളം ഉണ്ടാവാറ്. അതാണ് നമ്മളെ ടില്ലറ്. നമ്മളേൻ്റെ അകത്തും പിന്നെ അവിടെ ഒരു ചെറിയൊരു കുണ്ടുണ്ട്, അവിടെയും പിന്നെ പമ്പ് ഹൗസ് പോലൊക്കെ ഉണ്ട് സ്ഥലത്തൊരു കുണ്ടുണ്ട്. അതിൻ്റെ അകത്ത് 3ൻ്റെ അകത്ത് വെള്ളം ഉണ്ടാവില്ല. വേനൽക്കാലത്ത് ഇതിനകത്ത് വെള്ളം ഉണ്ടാവാറില്ല. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. ലൈക്ക് ആൻഡ് കമന്റ് പ്ലീസ്. ടാറ്റാ. എന്തെങ്കിലും